ടീനേജ് കുട്ടികളുടെ പഠനത്തെക്കുറിച്ച്, അവരുടെ അവരുടെ ഫോൺ ഉപയോഗത്തെക്കുറിച്ച്, ചില കുട്ടികളെങ്കിലും ഡ്രഗ്സിലേക്കൊക്കെ പോകുന്നതിനെക്കുറിച്ച്, അവരുടെ സ്വഭാവത്തെക്കുറിച്ച്, അവരുടെ അലസതയെക്കുറിച്ച്, അവരുടെ ദേഷ്യത്തെക്കുറിച്ച്, അവരുടെ മാനസികാരോഗ്യത്തെപ്പറ്റി, വൈകാരിക പ്രശ്നങ്ങളെക്കുറിച്ച് ഒക്കെ ഒരുപാട് സംശയങ്ങൾ മാതാപിതാക്കൾക്കുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പേരൻസിന് വേണ്ടി ഒരു സെമിനാർ നടത്തുകയായിരുന്നു. അതിൽ നിന്ന് വന്ന ചോദ്യങ്ങളൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചു. കാരണം അതൊക്കെ എല്ലാ പേരൻറ്റിൻ്റെയും ചോദ്യങ്ങളാണ്. ഈ വീഡിയോ അത്തരം ചില ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു കേൾവി ഇതിൽ ആശംസിക്കുന്നു. ഇന്നൊരു രാജ്യാന്തര സംഘടന അവരുടെ ചെറുപ്പക്കാരായിട്ടുള്ള യങ് പേരൻസിന് വേണ്ടി ഒരു പാരൻറ്റിങ് സെമിനാർ സംഘടിപ്പിക്കുകയുണ്ടായി. വളരെ അർത്ഥവത്തായിട്ടൊരു പ്രോഗ്രാമായിട്ട് തോന്നി. കാരണം ടീനേജ് കുട്ടികളുടെ പേരൻസാണ് കൂടുതലും അതിൽ പങ്കെടുത്തത്. പലരും കപ്പിൾസായിട്ട് തന്നെ അതിൽ പങ്കെടുത്തു. വളരെ അർത്ഥവത്തായ ചോദ്യങ്ങൾ, നല്ല ചർച്ച ഒക്കെ അതിലുണ്ടായി. എനിക്ക് തോന്നുന്നു അത് ബേസ് ചെയ്തുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രധാനമായിട്ട് അതിനകത്ത് കേട്ട ചില ചോദ്യങ്ങൾ വളരെ പ്രസക്തമായ ചോദ്യങ്ങളാണ്. ഏറ്റവും പ്രധാനമായിട്ടൊരു കുട്ടി ഒരുപാട് ലോൺലിയാണ്, അധികം സംസാരിക്കുന്നൊന്നുമില്ല, പേരൻറ്റുമായിട്ട് ഒട്ടും ഇൻ്ററാക്ഷൻ ഇല്ല, എപ്പോൾ കണ്ട നേരം മുറിക്കകത്ത് അങ്ങ് ഇരിക്കുകയാണ്. ഇതൊക്കെയാണ് പേരൻറ്റിൻ്റെ ഒരു പരാതി. പേരൻറ്റ് എന്താണ് അതിന് ചെയ്യേണ്ടതെന്ന് പേരൻറ്റിന് അറിയാൻ വയ്യ, അതിലിടപെടുന്നുമില്ല. പേരൻറ്റും ബിസിയാണ്, കുട്ടി കൂടുതൽ സമയം മുറിക്കകത്ത് ഒറ്റയ്ക്ക് ചിലവഴിക്കാതെ. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്തിനാണ് ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ ആ ഫാമിലിയിലെ എല്ലാവരെയും പരസ്പരം എൻട്രച്ച് ചെയ്യേണ്ട ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ കുട്ടികളൊക്കെ വളരെ യുണീക്കായിട്ടുള്ള കുട്ടികളാണ്. നമ്മുടെ കുട്ടി ഒരു മുറിക്കകത്തിരിക്കുകയാണ്, ഒരു ടീനേജിൽ 14 വയസ്സുള്ള ഒരു കുട്ടി മുറിക്കകത്തിരിക്കുന്നു, പേരൻസുമായിട്ട് സംസാരിക്കാൻ കൂട്ടാക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും നമ്മൾ അതിനകത്തൊന്ന് ഇടപെടണം. അവിടെ പ്രത്യേകമായിട്ട് മനസ്സിലായ ഒരു കാര്യം, അവിടെ ഫാദർ എന്ന് പറയുന്ന ആൾ അതൊരു ഉത്തരവാദിത്വമായിട്ട് പോലും കാണുന്നില്ല. മദർ അതിൽ ആശങ്കയുള്ള ആളാണ്, പക്ഷേ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഇവിടെയാണ് കുഴപ്പം കിടക്കുന്നത്. നമ്മുടെ കുട്ടിക്ക് ചിലരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, സാറേ എൻ്റെ മോൻ്റെ പ്രശ്നം ഇതാണ്, ഇതിനൊരു വീഡിയോ ചെയ്യാമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മോൻ എന്ന് പറയുന്നത് വളരെ യുണീക്കായിട്ടുള്ള ഒരാളാണ്. ആ മോൻ്റെ പ്രശ്നം ആ മോൻ്റെ മാത്രം പ്രശ്നമാണ്. ആ മോൻ്റെ പല പ്രശ്നങ്ങളും ആ പേരൻറ്റിൻ്റെ പല പ്രവർത്തനങ്ങളോടുള്ള പ്രതികരണമാണ്. ഇതാണ് കൃത്യമായിട്ടും മനസ്സിലാക്കുന്നത്. നമ്മുടെ ഓരോ കുട്ടികളുടെയും ഇഷ്യൂ, അല്ലെ ഓരോ കുട്ടികളുടെയും സിറ്റുവേഷൻ, ഓരോ കുട്ടികളുടെയും പ്രവർത്തനങ്ങൾ, അല്ലെ അവസ്ഥ എന്നൊക്കെ പറയുന്നത് ആ പേരൻറ്റിങ്ങിനോടുള്ള റിയാക്ഷൻസാണ്. അപ്പോൾ ആ റിയാക്ഷൻസിനെ മോഡിഫൈ ചെയ്യണമെങ്കിൽ പേരൻറ്റിൻ്റെ ആക്ഷൻസിൽ തന്നെ മോഡിഫിക്കേഷൻ വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് വേറൊരാൾക്ക് മൂന്നാമതൊരാൾക്ക് മാറിയിരുന്നുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അവിടെ പേരൻസ് നല്ലൊരു ഗൈഡൻസ് എടുക്കുക, അത്തരത്തിലുള്ള വൈദഗ്ധ്യമുള്ള ഒരാളിൻ്റെ അടുത്ത് പോയി ഒരു നല്ല ഗൈഡൻസ് എടുക്കുക. എൻ്റെ മോൻ ഇങ്ങനെ പുറത്തിറങ്ങുന്നില്ല. അപ്പം ഞാൻ അത് കൂടുതൽ പേരൻറ്റുമായിട്ട് ഈ സെമിനാറിന് ശേഷം ആ പേരൻ്റ് എനിക്ക് മെസ്സേജ് അയക്കുകയും കൂടുതൽ അത് എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്തപ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം, ഫാദർ തന്നെ അധികം മിണ്ടാത്ത ഒരാളാണ്, ഉത്തരവാദിത്തങ്ങൾ അധികം ഏറ്റെടുക്കാത്ത ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ മകനിലും ഇതേ പ്രശ്നങ്ങളൊക്കെ കടന്നുകൂടിയിരിക്കുകയാണ്. അപ്പം ഈ പേരൻസിലെ ഹീൽ ചെയ്യാത്ത വിഷയങ്ങളൊക്കെ കുട്ടികളിലും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ ഇതിനു മുമ്പ് പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ കുട്ടികൾ പലപ്പോഴും നമ്മളുടെ അവസ്ഥകളോടാണ് പ്രതികരിക്കുന്നത് എന്നുള്ളത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. അതുകൊണ്ട് വളരെയധികം നമ്മൾ എന്താണോ കുട്ടികളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് നമ്മളിൽ ആദ്യം സൃഷ്ടിച്ചെടുക്കാനായിട്ട് നമ്മൾ വളരെയധികം പ്രയത്നിക്കേണ്ടതായിട്ടുണ്ട്. വേറൊരു പേരൻ്റ് എന്നോട് ചോദിച്ചത്, +2 പഠിക്കുന്ന കുട്ടിയാണ്, +1 പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ഇപ്പോഴത്തെ ഒരു ഇൻ്റഗ്രേറ്റഡ് എൻട്രൻസും +1 എല്ലാം കൂടെ ഒരുമിച്ചുള്ളൊരു സ്കൂളിലാണ് വിട്ടിരിക്കുന്നത്. അപ്പോൾ ആ കുട്ടി തീരെ പഠിക്കുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, ആ കുട്ടിക്ക് ഇപ്പോൾ പഠിക്കുന്ന വിഷയങ്ങളൊക്കെ ഇഷ്ടമാണോ? അവൻ്റെ ഇഷ്ടപ്രകാരമാണ് വിട്ടത്, പക്ഷേ ഇപ്പോൾ അവൻ പറയുന്ന അവനതൊന്നും പഠിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ടഫായിട്ട് തോന്നുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, അവിടെ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ്? ഒരു ആക്ടിവിറ്റി ഇല്ല. ഈ പഠിത്തം, കോച്ചിങ്, ട്യൂഷൻ ഇത് മാത്രമേ ആ ക്യാമ്പസിലുള്ളൂ. അവിടെ കളിക്കാൻ പോലും ഒരു ഗ്രൗണ്ടില്ല, കളിക്കാനൊരു ഇടവില്ല, യാതൊരു തരത്തിലുള്ള പ്രവർത്തനമില്ല. ആ കുട്ടിക്കൊരു ജിമ്മിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ആ കുട്ടി അങ്ങനെ ഒരു ഫെസിലിറ്റി അവിടെ ഇല്ല.
അപ്പോൾ ഒരു കാര്യത്തിനും ആ കുട്ടികൾക്ക് ഒന്നാലോചിച്ച് നോക്കുക, 11ലും 12ലും ഒക്കെ പഠിക്കുന്ന കുട്ടികളെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പഠിപ്പിക്കുന്ന മാത്രമായിട്ടുള്ള കേന്ദ്രങ്ങൾ ഈ രാജ്യത്ത് നടത്താൻ അനുവദിക്കുന്നു എന്നുള്ളത് തന്നെ നമ്മുടെ ആരോഗ്യപരമായ ചിന്തകൾക്കും ശാസ്ത്രപരമായ ഇന്നത്തെ മുന്നേറ്റത്തിനുമൊക്കെ എതിരാണ്. കാരണം കുട്ടികളെ സംബന്ധിച്ച് അവർ പഠിക്കുന്നതോടൊപ്പം അവർക്ക് വ്യായാമം വേണം, ഉല്ലാസം വേണം, ഉറക്കം വേണം, സന്തോഷം വേണം, സൗഹൃദങ്ങൾ വേണം. അപ്പോൾ ഇതെല്ലാം നിരാകരിക്കുകയാണ്. എന്താണ് ഇത് നിരാകരിക്കുന്നതിലൂടെ അവർ നേടുന്ന ഒരു ഉണക്ക ഡോക്ടറോ ഒരു ഉണക്ക എഞ്ചിനീയറോ ആക്കി നാളെ മാറ്റാമെന്നാണ് ചിന്തിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഉള്ളവരെ ആക്കി തീർത്താൽ തന്നെ എന്ത് പ്രയോജനമാണ് ഉണ്ടാകുന്നത്? അല്ലെങ്കിൽ 10,000 5,000 10,000 പേരെ ഡോക്ടറോ എഞ്ചിനീയറോ ആക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് കുട്ടികളെ നശിപ്പിച്ച് കളയുകയാണ്. ആ കുട്ടി അവിടെ വളരെ അസ്വസ്ഥനാണ്. അവനത് നിർത്തിയിട്ട് പുറത്തു വരാൻ അവൻ ആഗ്രഹിക്കുകയാണ്. പേരൻറ്റും ആകെ കൂടെ അസ്വസ്ഥമാണ്. ഇവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. അപ്പം ഈ പേരൻസിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ ചിന്തിക്കണം. ആ മകനെ സംബന്ധിച്ച് അവന് കുറച്ചുകൂടെ ആരോഗ്യപരമായ സമഗ്രമായ ഒരു വളർച്ച ആവശ്യമുള്ള കുട്ടിയാണ്. ഇനി ഇത്തരം സംവിധാനങ്ങളിലൊക്കെ അങ്ങ് പെട്ട് പോകുന്ന കുട്ടികൾ, അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന കുട്ടികൾ, അല്ലെ അതിഷ്ടമുള്ള കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും. അതവർ വേറെ കുട്ടികളാണ്. നമ്മുടെ കുട്ടിക്ക് അതിന് പറ്റുന്നില്ലെങ്കിൽ സാറിനെ ഒന്ന് വിളിച്ചാൽ അങ്ങനെയുള്ളവരെ സാറൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമോ എന്നാണ് ചോദിക്കുന്നത്. എനിക്ക് എങ്ങനെ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും? കാരണം ഞാൻ ശരിയായ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ മോനെ ഈ കളിക്കാതെയൊക്കെയുള്ള ഈ പഠിത്തം എന്തോ നല്ലതാണ്, ഇത് ശരിയായ കാര്യമല്ല. പല കുട്ടികളോടും നമ്മൾ പറയുന്നൊരു കാര്യമാണ്, ഇന്ന് നീ അങ്ങ് കഷ്ടപ്പെടും, നാളെ നിനക്ക് സന്തോഷം കിട്ടും. നാളെ സന്തോഷം കിട്ടുമെന്ന് എന്തുറപ്പാണ് ഇന്ന് ലോകത്തുള്ളത്? ഒന്നുമില്ല. കുട്ടികൾ വളരുന്ന പ്രായത്തിൽ തന്നെ അവർക്ക് സന്തോഷമൊക്കെ അതിൻ്റെ കൂടെ ലഭിക്കണം. വേറൊരു പേരൻ്റ് ചോദിച്ചത്, സാറേ ഹസ്ബൻഡ് വളരെ മദ്യപിക്കുന്ന ആളാണ്, മകന് ഭയങ്കര ദേഷ്യമാണ്, എനിക്കും ഈ ഹസ്ബൻഡിൻ്റെ മദ്യപാനം കാരണം എനിക്കും ഭയങ്കര ദേഷ്യമാണ്. അപ്പോൾ കുട്ടി അങ്ങനെ ആയതിൽ എന്തെങ്കിലും അതിശയമുണ്ടോ? മദ്യപിക്കുന്ന ഒരു പിതാവിന് മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നില്ല. ആ മദ്യപിക്കുന്ന പിതാവിനെ മാനേജ് ചെയ്ത് അമ്മയും ദേഷ്യമുള്ളവരാകുമ്പോൾ ആ കുട്ടിയുടെ അനുഭവം എന്താണ്? ആ കുട്ടിക്ക് അച്ഛനുമില്ല അമ്മയില്ല, രണ്ടുപേരും ഹോസ്റ്റലായി മാറിയിരിക്കുകയാണ്. കാരണം അമിതമായി മാനസികമായൊരു കൺട്രോളില്ലാതെ അമ്മ പ്രവർത്തിക്കുന്നു, മദ്യപിച്ച് കൂത്താടി അച്ഛൻ നടക്കുന്നു. ഈ മകൻ അതിനകത്ത് കിടന്ന് പെടുകയാണ്. അതിനൊരു ഇളയ പെങ്ങളുണ്ട്. ആ കുഞ്ഞിൻ്റെ പേടിയും ആ കുഞ്ഞിൻ്റെ ആങ്സൈറ്റിയും ഒന്നും പുറത്തു വരാറായിട്ടില്ല. ഇതൊരു ടീനേജിലായപ്പോൾ തന്നെ അവൻ പ്രതികരിച്ച് തുടങ്ങി, അവൻ പലതും എടുത്തെറിയാൻ തുടങ്ങി. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് അവർക്ക് യോഗ്യമായതാണോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. പലപ്പോഴും യോഗ്യമല്ല. വേറൊരു മദ്യപാനിയായ പിതാവ് എന്നോട് ചോദിച്ചത്, അവൻ എന്തുകൊണ്ട് എന്നെ മനസ്സിലാക്കി ഇടപെടുന്നില്ല എന്നാണ് ചോദിച്ചത്. പുള്ളി കുടിച്ചിട്ട് വീട്ടിൽ ചെന്ന് ചീത്ത വിളിക്കുമ്പോൾ മകൻ മനസ്സിലാക്കി ഇടപെടണം പോലും. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എത്ര മോശമായ അവസ്ഥയാണ്. കുട്ടികളുടെ ഭാഗത്ത് നിന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാൻ മറന്നു പോകുന്നു. അല്ലെങ്കിൽ കുട്ടികളുടെ വികാരങ്ങളെ മനസ്സിലാക്കാൻ തക്കമുള്ളൊരു സെൻസിറ്റിവിറ്റി പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു എന്നൊക്കെ ഉള്ളത് പല ചോദ്യങ്ങളിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമാണ്. വേറൊരു കുട്ടി 8ാം ക്ലാസ്സിലാണ്. അവന് പഠിത്തത്തിൽ മാർക്ക് കുറവാണ്, അവന് പഠിക്കാൻ കഴിയുന്നില്ല. ഒരു വലിയ ഫേമസ് ആയിട്ടുള്ളൊരു സ്കൂളിലാണ് അവൻ പഠിക്കുന്നത്. ആ സ്കൂളിലെ സ്റ്റാൻഡേർഡ്സുമായിട്ട് കുട്ടിക്ക് ചേർന്ന് പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് സ്കൂളിൽ നിന്ന് എന്നും പരാതിയാണ്. നമുക്ക് അങ്ങനെ ഒരു സാഹചര്യത്തിൽ കുട്ടിക്ക് എന്തെങ്കിലും ലേണിംഗ് ഡിസബിലിറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് പ്രശ്നങ്ങളോ ഉണ്ടോ എന്ന് ഒന്ന് മനസ്സിലാക്കാനായിട്ട് ആരുടെയെങ്കിലും ഒരു സഹായം എടുക്കുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം. ആ പേരൻറ്റിന് അങ്ങനെ ഒരു കാര്യമേ അറിയില്ല. അവർ സ്കൂളിൽ നിന്ന് ധാരാളം വഴക്ക് ഈ പേരൻറ്റിന് കിട്ടുന്നു. ആ വഴക്കെല്ലാം കൂടെ വീട്ടിൽ വന്ന് ഈ കുട്ടിയോട് പറയുന്നു. അങ്ങനെ ഈ കുട്ടിയും പേരൻറ്റും തമ്മിൽ വലിയ ഒരു ഡിസഗ്രിമെൻറ്റിലും വളരെ അസ്വസ്ഥതയിലുമായി കുടുംബത്തിൽ ജീവിക്കുന്നു. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്കൂളിൽ നിന്ന് പറയുന്നതെല്ലാം ശരിയല്ല. പരിശീലനങ്ങൾ കിട്ടാത്ത ഒരുപാട് അധ്യാപകർ ഇന്ന് ലോകത്തുണ്ട്. അവരുടെ വിചാരം എന്ന് പറയുന്നത് കുട്ടികളെല്ലാം സ്വിച്ചിട്ടാൽ ഉടനെ പഠിക്കണമെന്നാണ്. എല്ലാ കുട്ടികൾക്കും അങ്ങനെ പഠിക്കാൻ സാധിക്കില്ല. എല്ലാ കുട്ടികൾക്കും ഒരേ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഒരു KVയിൽ കുട്ടി പഠിക്കുന്ന ഒരമ്മ ഇന്ന് എന്നോട് പറഞ്ഞത്, സാറേ അവനൊരു 80% ഒക്കെ വാങ്ങിക്കുന്നുണ്ട്, പക്ഷേ ടീച്ചേഴ്സ് ആർ നോട്ട് ഹാപ്പി. 80% വാങ്ങിക്കുന്ന ഒരു കുട്ടിയെപ്പറ്റി ടീച്ചേഴ്സ് ഹാപ്പി അല്ല എന്ന് പറയുമ്പോൾ ആ KVയിലെ അധ്യാപകരുടെ നിലവാരം എന്താണെന്നൊന്ന് ആലോചിച്ചോ. എല്ലാ കുട്ടികളെയും 100% വാങ്ങിപ്പിക്കുന്നതല്ല വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുട്ടിയെ സംബന്ധിച്ച് ഇവൻ നന്നായിട്ട് ഫുട്ബോൾ കളിക്കുന്ന ഒരു കുട്ടിയാണ്. ഇവൻ ഫുട്ബോൾ കളിക്കുന്നതുകൊണ്ട് തന്നെ അവന് കുറച്ച് സമയമൊക്കെ അങ്ങനെയൊക്കെ വേസ്റ്റ് ആകുന്നുണ്ട്. അത് നിർത്തി, അവനെ 10ാം ക്ലാസ്സിലായതുകൊണ്ട് അത് നിർത്തിക്കണമെന്നാണ് KVയിലെ അധ്യാപകർ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ.
ഈ കെ വിയിലെയൊക്കെ അധ്യാപകരെ ആരാണ് പരിശീലിപ്പിക്കുന്നത്? നമ്മളൊന്ന് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു കുട്ടി ഫുട്ബോൾ കളിക്കുന്നത് എത്രയോ വലിയ കാര്യമാണ്. അതിൻ്റെ വാല്യൂവും മഹത്വവും അതിൽ നിന്നൊരു കുട്ടിക്ക് ലഭിക്കുന്ന ആരോഗ്യവും മാനസികാരോഗ്യവും സന്തോഷവും സൗഹൃദങ്ങളും അതിലൂടെ ഉണ്ടാകുന്ന പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റും ഒക്കെ എത്ര വലുതാണ് ആലോചിച്ച് നോക്കുക. വിദേശ രാജ്യത്തെ ഒരു അമ്മ ഇന്ന് വിളിച്ചു. ആ അമ്മ പറഞ്ഞത് 13 വയസ്സുള്ള കുട്ടിയാണ്, അവന് മോശപ്പെട്ട വീഡിയോ ഒക്കെ കാണുന്നു. ഞാൻ ചോദിച്ചു, കുട്ടിക്ക് എന്തെങ്കിലും സ്കൂൾ വിട്ട് അവിടെ ഉച്ചയാകുമ്പോഴേ സ്കൂൾ കഴിഞ്ഞ് വരുന്ന കുട്ടിക്ക് ഉച്ച കഴിഞ്ഞിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ? ഒരു ആക്ടിവിറ്റി ഇല്ല സാർ. അവനെ അനിയനെ ഏൽപ്പിച്ചേക്കാണ്, അവനെ നോക്കാൻ അനിയനെ ഏൽപ്പിച്ചേക്കാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അനിയനെ നോക്കുന്ന ജോലിയല്ല ചേട്ടനുള്ളത്. അല്ലെങ്കിൽ ചേട്ടൻ നോക്കിയാൽ അനിയൻ ശരിയാവത്തുമില്ല. അനിയനെ നോക്കേണ്ടത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ്. നോക്കുന്നതുകൊണ്ടുള്ള കുഴപ്പമല്ല. ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, ആ അനിയൻ ടി വിയുടെ മുമ്പിലിരുന്ന് കുറേ ടി വിയും കണ്ടുകൊണ്ടിരിക്കുന്നു, ചേട്ടൻ പോയി വീഡിയോയും കണ്ടുകൊണ്ടിരിക്കുന്നു. 2 കുട്ടികളും മോശപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒരു 13-14 വയസ്സുള്ള ഒരു കുട്ടി സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ സ്കൂൾ കഴിഞ്ഞാൽ പല ആക്ടിവിറ്റീസിലേക്കും പോകണം. പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യത്താണ് ആ കുട്ടി ജീവിക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഒരു 14 വയസ്സൊക്കെയുള്ള കുട്ടികൾ അവരെന്തെങ്കിലും പാർട്ട് ടൈം വർക്കിലോ എന്തെങ്കിലും വോളണ്ടറി ആക്ടിവിറ്റീസിലോ, അല്ലെങ്കിൽ അവർക്ക് പെറ്റ്സ് ഉണ്ടെങ്കിൽ അതുമായിട്ട് പുറത്ത് പോവുകയോ നെയ്ബർഹുഡിൽ പോയി കളിക്കുകയോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അതിനാണ് സ്കൂൾ രാവിലെയും ഉച്ച കഴിഞ്ഞുള്ള സമയം ഫ്രീയും ആക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ മലയാളി പേരൻസിന് പലപ്പോഴും ഇത്തരം കാര്യങ്ങളെ പറ്റിയൊന്നും ഒരു ധാരണയില്ല. അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓരോ കുട്ടികളെയും രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ മാതാപിതാക്കളുടെ പങ്ക് വളരെ വലുതാണ്. ഏതെങ്കിലും ഒരു സ്കൂളിൽ കൊണ്ടുവിട്ടാൽ അവിടെ കൊണ്ട് പ്രശ്നം തീരുന്നില്ല. ഏതെങ്കിലും ഒരു വലിയ രാജ്യത്തേക്ക് പോയാൽ അവിടെ കൊണ്ട് പ്രശ്നം തീരുന്നില്ല. മാതാപിതാക്കൾ ആ നിലവാരത്തിലേക്ക് ഉയരണം. ഇപ്പോൾ ഒരു യൂറോപ്യൻ രാജ്യത്ത് നമ്മളെ മക്കളെ വളർത്തുമ്പോൾ ആ രാജ്യത്തെ കുട്ടികൾ എങ്ങനെയാണ് വളരുന്നതെന്നോ ആ രാജ്യത്തെ കുട്ടികളെ എങ്ങനെയാണ് വളർത്തുന്നതെന്നോ ഒക്കെ നമ്മൾ കണ്ടുപിടിക്കണം. ഇതൊരു ഗ്ലാസ് വെള്ളം വേണേലും നമ്മൾ എടുത്ത് കൊടുക്കുകയാണ്. സ്കൂളിൽ എന്ന് ലേറ്റായിട്ട് പോകുന്ന കുട്ടി, ആ രാജ്യങ്ങളിലൊക്കെ സമയം പാലിച്ചില്ലെങ്കിൽ അതിനൊക്കെ പോയിൻറ്റ്സ് കുറയും കുട്ടികൾക്ക്. നേരത്തെ ചെന്നാൽ അതിനൊക്കെ അവിടെ ആഡഡ് പോയിൻറ്റ്സ് കിട്ടും. ഈ കുട്ടിക്ക് എന്നും നെഗറ്റീവായിട്ടുള്ള പോയിൻറ്റ്സാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമ്മൾ കുട്ടികൾക്ക് ഒരു അച്ചടക്കവും ചിട്ടയും ഒന്നും കൊടുത്തിട്ടില്ല. ആ അമ്മേനെ പറയായിരുന്നു, എപ്പോഴും ടി വിയുടെ മുമ്പിലിരുന്നാണ് അവർ ആഹാരം കഴിക്കുന്നത്. ടി വിയുടെ മുമ്പിൽ അല്ല ആഹാരം, ടി വിയുടെ മുമ്പിൽ ടി വി കാണാനിരിക്കുന്ന സ്ഥലമാണ്, അവിടെയല്ല ആഹാരം കൊടുക്കേണ്ടത്. പട്ടിയും കുട്ടിയും ഒക്കെ തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ കുട്ടികൾക്ക് ആഹാരമൊക്കെ കൊടുക്കുമ്പോൾ ആ കുട്ടികൾക്ക് ആഹാരം കണ്ടും കേട്ടും മനസ്സിലാക്കിയും മാതാപിതാക്കളുമായിട്ട് വർത്തമാനം പറഞ്ഞും ഒക്കെ ഇരുന്ന് വേണം ആഹാരം കഴിക്കാൻ. ഇച്ചിരി ബുദ്ധിമുട്ടാണ് ചില ചിട്ടകളൊക്കെ ഉണ്ടാക്കാൻ. പക്ഷെ ഒരു ചിട്ടയും ക്രമവും ഒക്കെ ചെറിയ പ്രായത്തിൽ ഉണ്ടായില്ലെങ്കിൽ നാളെ അവർക്ക് വലിയ നിലവാരത്തിലുള്ള ഒരു തൊഴിൽ രംഗത്തോ ഒരു ജീവിതത്തിലോ ഒന്നും എത്താനായിട്ട് സാധിക്കില്ല. ഇവിടെയൊക്കെയാണ് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഇടപെടേണ്ടത്. വേറൊരു മാതാവിനെ വിളിച്ചത് മകൻ ഡ്രഗ്സ് ഉപയോഗിക്കും. കൃത്യമായിട്ട് അമ്മയ്ക്ക് മനസ്സിലായി. അപ്പനെ വിളിച്ച് പറയുന്നു. അപ്പൻ ഡിഫൻസിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. ആ അപ്പന് ഇതറിഞ്ഞിട്ട് 3 മാസമായിട്ടും ആ അപ്പൻ അമ്മയെ വിളിച്ച് കുറേ കാര്യങ്ങൾ തിരക്കുന്നതല്ലാതെ ആ വിഷയത്തിൽ ഇടപെടുന്നില്ല. ഇദ്ദേഹമാണ് രാജ്യത്തെ കാക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. സ്വന്തം മകൻ ഡ്രഗ്സിൽ പെട്ട് കിടക്കുകയാണ്. അത് നാട്ടിൽ വന്ന് അതൊന്ന് പരിഹരിക്കാൻ പോലും അദ്ദേഹത്തിന് മനസ്സില്ല. പിന്നെ എങ്ങനെയാണ് രാജ്യത്തെ സംരക്ഷിക്കുന്നത് ഇവരൊക്കെ? നമുക്ക് ഒരു ആ സ്ത്രീക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഒരു 10-17 വയസ്സുള്ളൊരു മകനാണ്. ഒരു 17 വയസ്സുള്ളൊരു മകനൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ പിതാവ് ആ കാര്യത്തിലേക്ക് വരണം. അദ്ദേഹം ലീവിന് വരാനുള്ള സമയമൊക്കെ കഴിഞ്ഞിട്ടും വരാതിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന പിതാക്കന്മാർ, ഇങ്ങനെയൊക്കെയുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇങ്ങനെയല്ല നമ്മൾ ജീവിക്കേണ്ടത്. മാതാപിതാക്കൾക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഈ സമൂഹത്തിൽ കാണുന്ന ഏത് പ്രശ്നമുള്ള കുട്ടിയെയും പറ്റി അന്വേഷിക്കുമ്പോൾ, അത് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ, ആ പ്ലോട്ടൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ അവിടെയെല്ലാം മോശപ്പെട്ട അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് കുറഞ്ഞ, ഉത്തരവാദിത്തങ്ങൾ കുറഞ്ഞ മാതാപിതാക്കളാണ്. അപ്പോൾ അവർ വീണ്ടും അടുത്ത തലമുറയിലും വളരെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത കുട്ടികളെ, ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള കുട്ടികളെ വളർത്തിയെടുക്കുകയാണ്. വീണ്ടും അത് അടുത്ത തലമുറയിലേക്ക് പോകുന്നു. ഇതെവിടെയെങ്കിലും നമ്മളൊന്ന് റിവേഴ്സ് ചെയ്യണ്ടേ? നല്ല സമഗ്രതയോടെ പ്രവർത്തിക്കുന്ന മാതാപിതാക്കളുടെ മക്കൾ അവർ ഒരുപാട് ബെറ്ററാവും. ഇനി എത്ര നല്ല പേരൻ്റായാലും കുട്ടികളിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കാണാം. പക്ഷേ അത്തരം പ്രശ്നങ്ങളെ നമുക്ക് മനസ്സിലാക്കുക. ഇതല്ല, കുട്ടിയിലുള്ള പ്രശ്നങ്ങളല്ല. പലതും സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ സൃഷ്ടിച്ചു കൊടുക്കുന്ന പ്രശ്നങ്ങളാണ്. നമ്മൾ ശരിയായ രീതിയിൽ നോക്കാത്തതുകൊണ്ടും കാണാത്തത് കൊണ്ടും ഒക്കെ വരുന്ന പ്രശ്നങ്ങളാണ് പലപ്പോഴും ഉണ്ടാകുക. അത്തരം കാര്യങ്ങൾ നമുക്ക് കുട്ടികളിൽ വരാതിരിക്കാൻ ശ്രമിക്കാം. ഇപ്പോൾ തന്നെ ഡ്രഗ്സ് തന്നെ ഒരു വലിയ വിപത്താണ്.
ഈ ഡ്രഗ്സ് ഒരു വ്യക്തിയെ നശിപ്പിക്കുന്നു മാത്രമല്ല, കുടുംബത്തെ നശിപ്പിക്കുന്നു, സമൂഹത്തെ നശിപ്പിക്കുന്നു, രാജ്യത്തിൻ്റെ പ്രൊഡക്ടിവിറ്റിയെ നശിപ്പിക്കുന്നു. നമ്മൾ ഈ രാജ്യസ്നേഹമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയം ഫലപ്രദമായി കൈകാര്യം ചെയ്യാനായിട്ട് സമഗ്രമായ ഒരു പ്രവർത്തനവും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നില്ല. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്, നമുക്ക് സപ്ലൈ കുറയ്ക്കാനൊന്നും പറ്റില്ല, ഡിമാൻഡെങ്കിലും നമുക്ക് ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കാം. പക്ഷേ നമ്മുടെ കുട്ടികളുടെ ഇടയിൽ നിന്ന് ഭയങ്കരമായിട്ടാണ് ഡിമാൻഡ് വരുന്നത്. എന്തുകൊണ്ടാണ്? അസ്വസ്ഥരായ കുട്ടികളാണ് ഇത്തരം കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തി പോകുന്നത്. അസ്വസ്ഥരായ കുട്ടികളെ സന്തോഷം, ഇത് കഴിച്ചാൽ സന്തോഷം കിട്ടുമെന്നൊക്കെ അവരെ പറഞ്ഞ് പ്രലോഭിപ്പിച്ചാൽ അവർ പെട്ടെന്ന് ഇതിലൊക്കെ വീണുപോകും. പിന്നെ അവൈലബിലിറ്റി ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട് തന്നെ ഇത് എത്രയും പെട്ടെന്ന് കയ്യിലെത്തുന്നതായതുകൊണ്ടും ഇന്ന് ധാരാളം പണം കുട്ടികളുടെയൊക്കെ കയ്യിലുള്ളത് കൊണ്ടും ഒക്കെ ഇതിനുള്ള സാധ്യതകൾ വർദ്ധിച്ചു വരുമ്പോൾ ഇതിനെതിരെയുള്ള പ്രവർത്തനങ്ങളൊക്കെ വളരെ മീക്കാണ്. ശക്തമായ ഒരു പ്രവർത്തനവും നടക്കുന്നില്ല. എത്ര ഇടങ്ങളിലാണ് ഇതിനെപ്പറ്റിയുള്ള അവബോധങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ പോലും നടക്കുന്നത്? ഒന്നുമില്ല. കുറേ ഉത്സവവും പെരുന്നാളും വെടിക്കെട്ടും ഒക്കെ നടത്തി നമ്മളങ്ങ് ആഘോഷിച്ചു പോവാണ്. ഈ കഴിഞ്ഞ ഇലക്ഷൻ ദിവസങ്ങളിൽ പോലും, ആ ഇലക്ഷന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലൊക്കെ സ്ഥാനാർത്ഥികൾ തന്നെ പണം മുടക്കി ഡ്രഗ്സും മദ്യവും ഒക്കെ ഒഴുക്കിയ ധാരാളം കേസുകൾ ഈ സമൂഹത്തിലുണ്ട്. ഇതാണ് നമ്മുടെ ദേശസ്നേഹവും രാജ്യസ്നേഹവും സാമൂഹിക സ്നേഹവും ഒക്കെ. ഇതാണ് നമ്മുടെ സാമൂഹിക പ്രവർത്തനം തന്നെ. വളരെ മോശമായ രീതിയിലേക്ക് എങ്ങനെ എനിക്ക് ജയിക്കണം, എങ്ങനെ എൻ്റെ കാര്യങ്ങൾ നേടണം, അതിനെന്ത് വഴിവിട്ട അവസ്ഥയ്ക്ക് നമ്മൾ തയ്യാറാണ്. ജുഡീഷ്യറിയെ പോലും വിലക്കെടുക്കുന്നു, പോലീസിനെ വിലക്കെടുക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരുത്തൻ മദ്യപിച്ച് വന്ന് വലിയ ഒരു അപകടം നടത്തി, ആ കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല. എല്ലാം ഒതുക്കി തീർത്തു, എല്ലാവർക്കും കിട്ടേണ്ടതെല്ലാം കിട്ടി. ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ എവിടെയാണ് നമ്മൾ സമൂഹത്തിൽ രക്ഷപ്പെടാൻ പോകുന്നത്? അപ്പോൾ നമ്മൾ കുറേയൊക്കെ സാമൂഹ്യ ബോധത്തോടു കൂടി നമ്മളും നമ്മുടെ മക്കളും എന്നുള്ള ചിന്ത തന്നെ മാറണം. നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കണമെങ്കിൽ നമ്മുടെ സമൂഹത്തിനും കൂടി പ്രവർത്തിക്കണം, വേണ്ടിയും കൂടെ പ്രവർത്തിക്കണം. ഇന്ന് ആ സെമിനാർ നടത്തിയ 2 ലീഡേഴ്സാണ്. സത്യം പറഞ്ഞാൽ ആ ലീഡേഴ്സിൻ്റെ ഒരു ദീർഘവീക്ഷണമാണ്. 2 പേരാണ്, സംഘടനയുടെ ഗുണമൊന്നുമല്ല. ആ 2 പേർക്കൊരു ദീർഘവീക്ഷണമുണ്ട്. ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു കാര്യം മാതാപിതാക്കളെ പരിശീലിപ്പിക്കുകയാണ്. അതിലൂടെ ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെടും, അതിലൂടെ സമൂഹങ്ങൾ രക്ഷപ്പെടും എന്നുള്ള ചിന്തയിലാണ് അവർ ആ പ്രവർത്തനത്തിലേക്ക് വന്നത്. 10-70 ആൾക്കാർക്കെങ്കിലും അതിൻ്റെ പ്രയോജനം കിട്ടുന്നെങ്കിൽ, അങ്ങനെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങളാണ് സമൂഹത്തിൽ നടക്കുന്നത്. ഇവിടെ എന്ത് പ്രവർത്തനമാണ് നടക്കുന്നത്? കുറേ ജാതിയും മതവും, കുറേ ക്രൈമും, കുറേ രാഷ്ട്രീയ കാര്യങ്ങളുമൊക്കെ അനാവശ്യമായ, രാഷ്ട്രീയത്തിൻ്റെ ഒന്നും നല്ല വശാൽ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചൂട് പിടിച്ച് നിൽക്കുന്നത്. മാങ്കൂട്ടത്തിൻ്റെ പുറകിന് പോവാണ്. ഇത്തരം വാർത്തകളെ അല്ല ഇവിടെ ആഘോഷിക്കേണ്ടത്. അതൊക്കെ നിയമ നടപടികൾ കൃത്യമായി എടുത്ത തെറ്റ് ചെയ്തവരെയൊക്കെ പിടിച്ച് അകത്തിട്. അത്തരം കാര്യങ്ങളൊന്നും ഇവിടെ നടക്കുന്നുമില്ല. തെറ്റ് ചെയ്തവരെല്ലാം പുറത്ത് ചാടുന്നു. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടിയാണ് രാത്രി കൊല ചെയ്യപ്പെട്ടത്. കാമുകനോടൊപ്പം പോയി കാമുകൻ കൊല്ലുകയാണ്. അപ്പോൾ ഈ കാമുകൻ എന്നൊക്കെ വിശ്വസിച്ച് ഇറങ്ങിത്തിരിക്കാൻ ഇന്ന് പെൺകുട്ടികളൊക്കെ വളരെയധികം കാര്യങ്ങൾ സൂക്ഷിക്കണം. ഇവിടെ സ്ത്രീകളൊക്കെ പലരും ചർച്ച ചെയ്യുന്നത് പുരുഷൻ്റെ കുഴപ്പമാണ്, ഇവിടുത്തെ സംവിധാനങ്ങളുടെ കുഴപ്പമാണ്, നിയമത്തിൻ്റെ കുഴപ്പമാണ്, ജുഡീഷ്യറിയുടെ കുഴപ്പമാണ്. എൻ്റെ പ്രിയപ്പെട്ട സ്ത്രീ നേതാക്കന്മാർ, നമുക്ക് ഈ കുഴപ്പങ്ങളെല്ലാം നേരെയാക്കിയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ വകതിരിവുള്ളവരും ചിന്താശേഷിയുള്ളവരും കാര്യപ്രാപ്തിയുള്ളവരും ശക്തിയുള്ളവരും നല്ല കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാനും കഴിവുള്ളവരും അപകടങ്ങളെ തിരിച്ചറിയാനും പ്രശ്നങ്ങളെ തിരിച്ചറിയാനും ഒക്കെ കേപ്പബിളായിട്ടും മാറ്റിയാൽ നമ്മുടെ കുറേ കുഞ്ഞുങ്ങളെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയും. അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കേണ്ടത് കുട്ടികളിൽ തന്നെയാണ്. കുട്ടികളെ കരുത്തരാക്കി മാറ്റാം. ഞാൻ ഒരുപാട് പെൺകുട്ടികളെ മെൻറ്റർ ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. നമുക്ക് കുട്ടികളെ മികവുള്ളവരാക്കി മാറ്റിയാൽ അവരൊരു ട്രാപ്പിലും പോയി വീഴില്ല. അവർ കൃത്യമായിട്ട് തന്നെ കാര്യങ്ങളെ തിരിച്ചറിയാൻ കേപ്പബിളായി മാറും. അപ്പോൾ അങ്ങനെ നമുക്ക് ലോകം മുഴുവൻ മാറ്റാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ കൺട്രോളിലുള്ള, നമ്മുടെ ഡിസ്പോസലിലുള്ള കാര്യങ്ങളിൽ മാത്രമാണ് നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്നത്. ഇത് ലോകമെല്ലാം മാറിയാൽ ഞങ്ങൾ നന്നാവുമെന്നും പറഞ്ഞിരുന്നാൽ എങ്ങനെയാണ് മാറ്റങ്ങൾ സംഭവിക്കുക? അതുപോലെ വളരെ പ്രധാനമായിട്ട് ഒരു പേരൻ്റ് ചോദിച്ചാണ്, കുട്ടിക്ക് ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ട് സാർ, ADHD ഉണ്ട്, അവൻ്റെ കണക്ക് ശരിയാവുന്നില്ല, അത് മെച്ചപ്പെടുത്താനായിട്ട് ഇനി എന്താണ് ചെയ്യേണ്ടത്? പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ADHD ഒക്കെ ഉള്ള കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഏതെങ്കിലും വിഷയത്തിലോ ഏതെങ്കിലും പഠന കാര്യത്തിലോ അവർക്ക് പ്രയാസങ്ങളുണ്ടെങ്കിൽ അതങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിനി മെച്ചപ്പെടുത്താനായിട്ട് പ്രത്യേകമായ കോച്ചിങ്ങും ട്യൂഷനും ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് ഇരിക്കുന്ന ഒരു പേരൻറ്റിനെ കണ്ടു. ഏതോ ഒരു സ്കൂളിൽ ചേർത്താൽ അവിടെ പ്രത്യേകമായ കോച്ചിങ് അതിന് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പുറകിന് വരെ പോകാനായിട്ട് തയ്യാറായിരിക്കുന്ന പേരൻ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു ADHD ഉള്ള ഒരു കുട്ടിക്ക് വേണ്ടത് അക്സെപ്റ്റൻസാണ്.
ആ കുട്ടിയെ അംഗീകരിക്കുക. അതിന് പറ്റുന്ന രീതിയിലൊക്കെ അത് പഠിക്കട്ടെ. എല്ലാ കുട്ടികളെയും കണക്ക് പഠിപ്പിക്കേണ്ട ഒരാവശ്യമില്ല. കുട്ടിക്ക് ഡിസൈനിങ് ചെയ്യാൻ ഇഷ്ടമാണ്, ഡിസൈനിങ് പഠിക്കണേ കണക്ക് വേണം പോലും. എന്ത് കാര്യത്തിനാണ് ആ കണക്ക് വേണ്ട ഡിസൈനിങ് ആ കുട്ടി ചെയ്യണ്ടപ്പ. ആ കുട്ടിക്ക് പറ്റുന്ന രീതിയിൽ ആ കുട്ടിക്ക് ആശ്വാസത്തോടെയും സന്തോഷത്തോടെയും ഒക്കെ പോകുന്ന രീതിയിൽ. അത് ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയെ ഫുട്ബോൾ കളിക്കാൻ വിട്ടാൽ കണക്കിൻ്റെ മാർക്ക് കുറയുമെന്ന് വെച്ചിട്ട് ഫുട്ബോളിൽ നിന്ന് നിർത്തി കണക്കിൻ്റെ ട്യൂഷൻ ഇടുകയാണ്. ആലോചിച്ച് നോക്ക്. പണ്ടൊരു പ്രഗത്ഭനായ ഒരു മനുഷ്യൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിൽ ഏതെങ്കിലും കുട്ടി ടെന്നീസ് കളിക്കുന്ന കണ്ടാൽ പിറ്റേ ദിവസം അവനെ കൊണ്ടുവന്ന് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു കണക്കിൻ്റെ ട്യൂഷൻ സെൻറ്ററിൽ കൊണ്ടുവിടും. അതാണ് ഇന്ത്യക്കാരൻ. അതുകൊണ്ടാണ് നമുക്ക് ഒരു രംഗത്തും പ്രതിഭകളുണ്ടാകാത്തത്. ഒരു കുട്ടി ഫുട്ബോൾ കളിക്കുന്നതിൽ താല്പര്യവും സന്തോഷവും കണ്ടെത്തുന്നെങ്കിൽ ആ കുട്ടിക്ക് ഫുട്ബോൾ കളിക്കാനുള്ള അവസരങ്ങൾ നിഷേധിച്ചുകൊണ്ടല്ല കണക്കിൻ്റെ ട്യൂഷൻ കൊണ്ടുവിടേണ്ടത്. ഇതൊക്കെ ഒരുപാട് അപകടങ്ങളാണ്. നിങ്ങൾ വിചാരിക്കുക അങ്ങനെ കണക്ക് പഠിച്ച് കുട്ടി അത് കഴിഞ്ഞ് ബാങ്കറാവും, അല്ലെങ്കിൽ അവൻ വലിയ സ്റ്റോക്ക് മാർക്കറ്റ് എക്സ്പെർട്ടാവും എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. ഒന്നും ആകാൻ പോണില്ല. അവസാനം മുറിക്കാതിരിക്കും. കാരണം സന്തോഷമില്ലാത്ത കുട്ടികളെല്ലാം അവസാനിക്കുന്നത് ഇതുപോലുള്ള അസ്വസ്ഥതകളുള്ള കുട്ടികളെല്ലാം അവസാനം ചെന്ന് ഡ്രഗ്സിലും മാനസിക പ്രശ്നത്തിലും ഒക്കെയാണ് ചെന്നുപെടുന്നത്. അങ്ങനെ ചെന്നുപെടാനുള്ള അവസരം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക. കുട്ടികൾക്ക് സന്തോഷമുള്ളവരായി അവർ വളർന്നു വരട്ടെ. സമഗ്രമായ വികസനം, ഞാൻ നേരത്തെ പറഞ്ഞ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ, ശരിയും തെറ്റും തിരിച്ചറിയാൻ, ആ വകതിരിവ്, തിരിച്ചറിവ്, ജ്ഞാനം, ഇതൊക്കെ കുട്ടികളിൽ സൃഷ്ടിക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് മാതാപിതാക്കൾ ചെയ്യുന്നത്. പെട്ടെന്ന് അവരെ എന്തെങ്കിലും ആക്കി തീർക്കാനുള്ള ശ്രമം അല്ല വേണ്ടത്. അവരെ സമഗ്രമായി വളർത്തി നല്ല അടിസ്ഥാനമുള്ളവരാക്കി വളർത്തിക്കൊണ്ടുവരിക. കുട്ടികളുമായിട്ടൊന്ന് മാനസികമായി അടുത്ത് പോകുന്നത് വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. വഴക്കും ബഹളവും എന്നും അടിയും ഉള്ള വീടുകൾ ഒരിക്കലും നല്ല കുട്ടികളെ ലോകത്തിന് കൊടുക്കില്ല. അത്തരം പ്രശ്നങ്ങൾ വീടുകളിലുണ്ടെങ്കിൽ നല്ലൊരു എക്സ്പേർട്ടിനെ പോയി മാതാപിതാക്കൾ കണ്ട് ഇത് ഒരു സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും കൊണ്ടുവരാൻ എന്താണ് ചെയ്യേണ്ടത് എന്നെങ്കിലും ഒന്ന് അവരുമായിട്ട് ചർച്ച ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം ഒരു പ്രൊഫഷണൽ ഹെൽപ്പൊക്കെ എടുക്കുന്നത് നല്ലതാണ്. പണ്ട് കാലത്ത് അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. കാരണം കാരണവന്മാരൊക്കെ ഇടപെടാനുണ്ടായിരുന്നു. അല്ലെ, അറിവുള്ളവരും വിവരമുള്ളവരും ഒക്കെ അതിനകത്തേക്ക് ഇടപെട്ട് നമ്മളെയൊക്കെ കറക്റ്റ് ചെയ്യുമായിരുന്നു. ഇന്ന് നമ്മളെ കറക്റ്റ് ചെയ്യാൻ ആരുമില്ല. അതാണ് പ്രശ്നം. ഇപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് കറക്റ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ടേക്ക് സം ഹെൽപ്പ്. ഒരു കുഴപ്പമില്ല. അതിനെയാണ് പാരൻറ്റിങ് ഗൈഡൻസ് എന്നൊക്കെ പറയുന്നത്. പലരും എന്നോട് ചോദിക്കാറുണ്ട്, സാറേ മോന് ഒരു 10ാം ക്ലാസ്സിലായി, മോന് പഠിത്തം ശരിയല്ല, എപ്പോഴും ഫോണിലാണ്, എപ്പോഴും അങ്ങ് കൂട്ടുകാരാണ്. 10ാം ക്ലാസ്സിലല്ല കുട്ടിയെ നമ്മൾ നേരെയാക്കി എടുക്കേണ്ടത്. നമുക്കറിയാമല്ലോ കുട്ടി 1ാം ക്ലാസ്സിൽ ചേർക്കുമ്പോഴേ നമുക്കറിയാം കുട്ടി 10ാം ക്ലാസ്സിലാവുമെന്ന്. പടിപടിയായി ആ കുട്ടിയെ ഡെവലപ്പ് ചെയ്ത് ആ കുട്ടിയുടെ ഉത്തരവാദിത്വം ആ കുട്ടിക്ക് കൊടുത്ത് അതിനെ 10ാം ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ ഒരു ആശ്വാസത്തിലേക്ക് വരികയാണ് വേണ്ടത്. ഇത് 10ാം ക്ലാസ് ആകുമ്പോൾ യുദ്ധമാണ്, ഒരു ഗുണവുമില്ല. 12ാം ക്ലാസ് ആകുന്ന പല വീടുകളിലും കുട്ടി വീട്ടിൽ പോലും രാത്രിയിൽ വരുന്നത് 10 മണിക്കും 12 മണിക്കുമാണ്. എന്തുകൊണ്ടാണ്? അവിടെ ഒരു ചിട്ടയില്ല, അവിടെ ഒരു ക്രമമില്ല, അവിടെ മാതാപിതാക്കളുമായിട്ടൊരു വൈകാരിക അടുപ്പമില്ല. ഇപ്പോൾ കുട്ടിയുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് കുട്ടിക്കൊരു ബോധ്യമില്ല. ഇതെല്ലാം സൃഷ്ടിക്കാൻ നമുക്ക് വലിയ ശ്രമങ്ങൾ വേണം. അത് ഒരുമിച്ചിരുന്ന് പഠിച്ച്, ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത്, ഒരുമിച്ചിരുന്ന് പ്രവർത്തിച്ച്, നിൻ്റെ കുഴപ്പം എന്ന് പറയുന്നതിനും ഭേദം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ കുഴപ്പവുമാണ്, നമുക്ക് ഒരുമിച്ചിരുന്ന് പരിഹരിക്കാമെന്ന ഒരു ആറ്റിറ്റ്യൂഡ് എടുക്കാമെങ്കിൽ പലപ്പോഴും കുട്ടികളും മാതാപിതാക്കളും ഒരുമിച്ച് നിന്നുകൊണ്ട് അതിൻ്റെ പരിഹാരത്തിന് വേണ്ടി ശ്രമിച്ചാൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കുട്ടിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ അതിനൊരു പരിഹാരം ഉണ്ടാവില്ല. കുട്ടിയെ കുറ്റപ്പെടുത്തൽ ഇതിനൊരു മാർഗമല്ല. കാരണം കുട്ടിക്കെന്നുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും കാരണത്തിൽ നമുക്കൊരു വലിയ പങ്കുണ്ട് എന്ന് മാതാപിതാക്കൾ തിരിച്ചറിയാം. ഞാൻ അങ്ങനെ ഒരു പിതാവാണ്. കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് എൻ്റെ ഒരു പങ്ക് അതിനകത്തുണ്ട് എന്നുള്ള ബോധ്യത്തോടെയാണ് ഞാൻ അതിനകത്ത് ഇടപെടുന്നത്. അപ്പോൾ എനിക്ക് അവരെ കുറ്റപ്പെടുത്താനായിട്ട് സാധിക്കില്ല. നേരെ മറിച്ച് ഇതൊരു എൻ്റെയും അവരുടെയും കൂടെ ചേർന്ന ഒരു പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഉത്തരവാദിത്വം, എനിക്കതിൽ ഉയർന്നു നിൽക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. അപ്പം അങ്ങനെ ചിന്തിക്കുക. നമ്മളൊന്ന് തോറ്റു കൊടുത്താലേ ചിലപ്പോൾ കുട്ടികളെയൊക്കെ ജയിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അവിടെ നിന്ന് പുറകോട്ട് ഇറങ്ങേണ്ടി വരും. ചില കാര്യങ്ങളിലൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. ചില കാര്യങ്ങളിലൊക്കെ നമ്മുടെ ഈഗോയൊക്കെ ഒന്ന് മെൽറ്റ് ചെയ്യേണ്ടി വരും. എൻ്റെ മോൻ ഈ IAS കുറഞ്ഞൊന്നും ആകാൻ പാടില്ല എന്നൊക്കെ ചിന്തിക്കുന്ന പേരൻസിന് കുട്ടികളെ ഒരിക്കലും മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. ആദ്യം ആ കുട്ടിയെ മനസ്സിലാക്കുക. കുട്ടിയെ ഒന്ന് ഡിസ്കവർ ചെയ്യാൻ സ്വയം ഒന്ന് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ട് അവൻ ആരാണെന്നൊക്കെ തിരിച്ചറിയുക. അവൻ ആരാണോ അതിലേക്ക് അവനെ നയിക്കുകയും ചെയ്യുക. അല്ലാതെ എപ്പോഴും എന്നോട് പേരൻസ് പറയുന്ന പോലെ, സാർ അതിലൊരു വീഡിയോ ചെയ്യാം, ഇതിലൊരു വീഡിയോ ചെയ്യാമോ? അതൊന്നും നിങ്ങളുടെ കുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങളുടെ പേരൻറ്റിങ്ങിനോടുള്ള പ്രതികരണം മാത്രമാണെന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതിനൊരു വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റില്ല. അതിന് നിങ്ങൾ തന്നെ ഒരു പേഴ്സണൽ ഗൈഡൻസ് എടുത്ത് കുട്ടിയുടെ ജീവിതത്തിൽ കുറച്ചുകൂടെ ശോഭനമായ
മനോഹരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ആരായേണ്ടത്. അതിനിപ്പോഴേ സമയമുള്ളൂ. ഒരു 18 വയസ്സിന് ശേഷം ഒരു സാധ്യതയും കുട്ടിയിൽ ഇല്ല. ഒരു 15 വയസ്സിന് ശേഷം തന്നെ സാധ്യതകൾ കുറവാണ്. അപ്പോൾ ക്യാച്ച് ദം യങ്. ഇതാണ് ഈ ഡ്രഗ് മാഫിയയൊക്കെ ചെയ്യുന്നത്. നമ്മുടെ കുട്ടികളെ വളരെ ചെറുപ്പത്തിലെ പിടിച്ചെടുക്കാനാണ് അവർ നോക്കുന്നത്. നമ്മളും ഒരു പടി മുന്നേ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുക. ക്യാച്ച് ദം യങ്. വളരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ അവരെ സമഗ്രമായ ഒരു രൂപാന്തരത്തിലേക്ക് നയിക്കാൻ, അവരെ സ്വാധീനിക്കാൻ നമുക്ക് കഴിയട്ടെ. നല്ല പ്രവർത്തനങ്ങൾ ധാരാളമായിട്ട് ഈ ദിശയിൽ നമ്മുടെ സമൂഹത്തിലുണ്ടാകട്ടെ. എല്ലാവർക്കും അതിൽ ഉത്തരവാദിത്വമുണ്ട്. ഇതേതെങ്കിലും ഒരു സംഘടനകളൊക്കെ നടത്തി തരും എന്ന് പറഞ്ഞ് നമ്മൾ നോക്കിയിരുന്നാൽ ഇത്തരം കാര്യങ്ങളൊന്നും നടക്കില്ല. ഇനിയും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മളൊരു പേഴ്സണൽ ഗൈഡൻസ് എടുക്കുക. ആ ഗൈഡൻസ് നിങ്ങൾക്കൊരു നഷ്ടമല്ല, അത് നിങ്ങൾക്ക് ലാഭമേ ആകുകയുള്ളൂ എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇത് നല്ലതെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പലരും എന്നോട് പറയാറുണ്ട്, സാറേ വീഡിയോ ഒക്കെ വളരെ നല്ലതാണ്, എനിക്ക് താങ്ക്സൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട്. എനിക്ക് താങ്ക്സ് അല്ല വേണ്ടത്, നിങ്ങളുടെ പരിചയത്തിലുള്ളവരോടും ഫ്രണ്ട്സിനോടും ഒക്കെ ഈ ചാനലിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവർക്കൂടെ അത് എത്തിച്ചു കൊടുക്കുക. ധാരാളം പേര് ഇത് കാണാൻ അവസരം ഉണ്ടാകുമ്പോൾ കുറച്ചുകൂടെ ഫലപ്രദമായി ഈ ദിശയിലുള്ള വീഡിയോസൊക്കെ ചെയ്യാൻ എനിക്കും മോട്ടിവേഷൻ വരും. നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം നേരുന്നു. ഹാപ്പി ലിവിങ്.